ഹായ്. അധികം വായനാശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പബ്ലിസിറ്റി കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുന്ന ഒരു ശീലം എനിക്കുള്ളൂ. ഈ ആടുജീവിതം പോലുള്ള നോവലുകളൊക്കെ വായിച്ചത് അങ്ങനെയാണ്. ഇതിനൊരു വമ്പൻ ഹിറ്റായ ഒരു സമയം ഉണ്ടായിരുന്നു. ആടുജീവിതം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം. അതുപോലെയാണ് ഹരീഷിന്റെ മീശ വായിക്കണം തോന്നിയത്. ഞാൻ മീശ വിവാദമായതോടെ തന്നെയാണ് ഹരീഷ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട് തന്നെ നമ്മൾ അറിയുന്നത്. മീശ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജോലി തിരക്കുകളും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ മറന്നുപോവുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ജല്ലിക്കെട്ട് സിനിമ വന്നപ്പോഴാണ് ഹരീഷിനെ വീണ്ടും ഓർമ്മ വന്നത്. അതിൽ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥ വെച്ചിട്ടാണല്ലോ ജല്ലിക്കെട്ട് ചെയ്തത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അന്ന് മുതൽ മാവോയിസ്റ്റ് സിനിമ കണ്ടതിന് ശേഷം എന്നിട്ട് മാവോയിസ്റ്റ് ഓൺലൈനിലൊക്കെ അന്വേഷിച്ച് നോക്കി. പക്ഷെ എവിടെയും കിട്ടാനില്ല. അപ്പൊ എന്താ വെച്ചാൽ ഹരീഷിന്റെ തന്നെ മീശയും അപ്പൻ ഓർഡർ ചെയ്തു. അതിനുശേഷം സുഹൃത്തായ ബെന്നിനെ വിളിച്ചിട്ട്, ബെന്ന് കാലിക്കറ്റിലാണ്. അപ്പൊ കാലിക്കറ്റിൽ എവിടെയെങ്കിലും സ്റ്റോറിൽ ഞാൻ മാവോയിസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി എനിക്ക് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു എന്താ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു, ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്, കൊറിയർ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ പിന്നെ ഇത് അതിൻ്റെ ഒരു കവർ പിക്ക് വിട്ടു. നോക്കുമ്പോൾ അപ്പൻ, ഇത് അപ്പനല്ലേ? ഞാൻ ബ്രോ ഇത് തന്നെയാണ് മാവോയിസ്റ്റ്, ഇതിൻ്റെ അകത്തുള്ളൊരു 6 കഥകളിലൊരു കഥയാണ് മാവോയിസ്റ്റ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പൻ്റെ അകത്തുള്ളൊരു കഥയാണ് മാവോയിസ്റ്റ് എന്നുള്ളത്. അത്രയേ ഉള്ളൂ എന്നല്ലേ നമ്മുടെ വായന അറിവ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ഓക്കെ കൊറിയർ അയച്ചോളൂ, ഞാനിവിടെ അപ്പൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അറിയാതെ ഓർഡർ ചെയ്തതാണ്, മാവോയിസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു, ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം, അയച്ചോളൂ എന്ന് പറഞ്ഞു. അന്ന് കിട്ടിയതിൻ്റെ അന്ന് തന്നെ ഒറ്റ ഇരിപ്പിന് മാവോയിസ്റ്റ് അങ്ങ് വായിച്ചാലെന്ന് വിചാരിച്ചു തുടങ്ങി. പക്ഷെ എന്തോ മാവോയിസ്റ്റ് വായിക്കാൻ ജല്ലിക്കെട്ട് കണ്ടുകൊണ്ടായിരിക്കാം എന്തോ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. ഇതാണ് ബുക്ക് കേട്ടോ. ഇതിൽ 6 കഥകളാണുള്ളത്. ഒന്ന് അപ്പൻ, പിന്നെ മോദസ്ഥിതനായ വസിപ്പൂ മല പോലെ, പെയ്ഡ് പൈപ്പർ, പ്ലേ സ്കൂൾ, താത്വികത്തകവും തെയ്തകവും, മാവോയിസ്റ്റ്. ഇങ്ങനെ 6 കഥകളാണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ഒറ്റ ഇരിപ്പിന് മാവോയിസ്റ്റ് വായിക്കാൻ ശ്രമിച്ച് നടന്നില്ലെങ്കിലും അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഇതിന്റെ പേര് അപ്പൻ എന്നാണല്ലോ, അപ്പോൾ ഹരീഷ് തന്നെ അപ്പൻ എന്നുള്ളൊരു കഥയ്ക്കായിരിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുക. അപ്പോൾ ഹരീഷിന്റെ ഫേവറേറ്റ് ആയിരിക്കും അപ്പൻ. അപ്പോൾ അതുകൊണ്ട് അപ്പൻ വായിക്കാം എന്ന് വിചാരിച്ചു അപ്പം വായിച്ചു. അപ്പം വായിച്ചിട്ട് അപ്പൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ അപ്പൻ എന്നുള്ള പേര് കൊണ്ട് അർത്ഥമാക്കുന്ന പോലെ അച്ഛനാണ്. എന്നാൽ ഈ അച്ഛനും നമ്മുടെ കഥാകൃത്ത് KP അപ്പനും തമ്മിലൊരു ബന്ധമാണ് കഥയിൽ പറയുന്നത്. അപ്പം അപ്പൻ്റെ മരണശേഷം അപ്പനും KP അപ്പനും തമ്മിലൊരു ബന്ധം പിന്നീട് കൂടുതൽ അടുത്തറിയുമ്പോൾ മകന് മനസ്സിലാകുന്നു. അതിലൂടെ മകൻ കുറെ എഴുത്തുകാരെ മനസ്സിലാക്കുന്നു, സാഹിത്യത്തിന് മനസ്സിലാക്കുന്നു. സാർ അച്ഛൻ്റെ വഴിയിലേക്ക് മകൻ വരുന്നതാണ് ഈ കഥേൻ്റെ ഒരു സാരം എന്ന് പറയുന്നത്. മുഴുവനായിട്ട് പറയുന്നില്ല, വായിക്കുന്നവർക്ക് വായിക്കണമല്ലോ. എന്നാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2ാമത്തെ കഥയാണ്, മോദസ്ഥിതനായങ്ങു വസിപ്പൂ മല പോലെത്തുള്ളത്. 2 ജാതിയിൽപ്പെട്ട ഒരു പ്രണയിക്കുകയും അവരുടെ പ്രണയം വീട്ടുകാർ സമ്മതത്തോടെ നടത്തി കൊടുക്കാൻ തീരുമാനിക്കും. അവർ ഒത്തുകൊടുത്തെടുത്താണ് കഥ തുടങ്ങും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആ വീട്ടിൽ വെച്ചൊരു ഫോട്ടോ മാറ്റണം എന്ന് പറയും. അപ്പം മരണക്കിടക്കിട കിടക്കുന്ന അച്ഛൻ വെച്ച ഫോട്ടോ ആണ്, അതെങ്ങനെ മാറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം അച്ഛൻ്റെ കള്ള് ഷാപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് ഈ ഫോട്ടോ ചായ്പിലേക്ക് മാറ്റുന്നത്. അവസാന സമയത്ത് ചായ്പിൽ നിന്ന് ആ ഫോട്ടോ എടുക്കുകയും അതിൻ്റെ അകത്തൊരു വചനം എഴുതിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നിടത്താണ്. അതാണ് കഥ. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ ആയതാണെന്നും ഈ വചനം എന്താണെന്നും അവസാനം വരെ പറയുന്നുമില്ല, കഥയിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ വായിച്ച് തീർന്നതിന് ശേഷം നോക്കി ഇത് ആരാണെന്ന് പിടികിട്ടുന്നിടത്താണ് അതിൻ്റെ ആ ഒരു രസം. കാരണം ചില സമയത്ത് നമ്മൾ ഈ മഹാന്മാരെ ഫോളോ ചെയ്യുന്നതിന് വരുന്ന പിഴവുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടല്ല ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് ആ കഥ ഒരു ബ്ലാക്ക് ഹ്യൂമറിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ചില ഒരു സ്ഥലത്ത് ഒരു വൈക്കത്ത് ഉള്ള സന്യാസി ചെറിയൊരു ഹിന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ചില സ്ഥലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇയാളെ സൗകര്യപൂർവ്വം മറന്നു കളയും. എന്നാൽ ചിലയിടത്ത് നിന്ന് മാറ്റുകയാണ്. അവിടെ അയാൾ എന്താണെന്ന് പറഞ്ഞത് പോലും മനസ്സിലാക്കാതെ നമ്മളടുത്ത് മാറ്റുകയും ചെയ്യുന്ന ഒരു രസമാണ്. അത് അവസാനത്തിന്റെ എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇത് ആളെ പിടികിട്ടി കഴിയുമ്പോഴാണ്, ആരുടെ ഫോട്ടോ ആണെന്ന് നമുക്ക് തന്നെ പിടികിട്ടുമ്പോഴാണ് അതിന്റെ രസം. അപ്പൊ നിങ്ങളും വായിച്ചിട്ട് അത് ആരാന്ന് മനസ്സിലാക്കുന്നതാണ് അതിന്റെ രസം. അതുകൊണ്ട് ഞാൻ അതിലേക്കും കടക്കുന്നില്ല. പിന്നെ അടുത്തത് പെയ്ഡ് പൈപ്പറിന്റെ കഥ, പേര് തന്നെ അതിന്റെ കഥാസാരം മനസ്സിലാവും. നമ്മൾ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന സാധനം അതിന്റെ ഓനാച്ചന്റെ ചിരിയാണ്. എവിടെയും അസന്ദർഭോചിതമായിട്ടുള്ള ഓനാച്ചന്റെ ചിരിയാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുക. നമ്മളിത് വായിച്ചു തീരുമ്പോൾ ഈ പറഞ്ഞ പോലെ അവസാനം ഈ ഓനാച്ചന്റെ വഷള ചിരി എന്തായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നിടത്ത് അതിന്റെ ഒരു രസമുണ്ട്. ഒരു വൈരാഗ്യത്തിന്റെയും ഒരു കൊലപാതകം പ്ലാൻ ചെയ്യുന്നതിന്റെയും ഒരു കോൺവെർസേഷനും ഒക്കെ ഉള്ള രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അടുത്തത് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞ കഥ. ഒരു പ്ലേ സ്കൂളും ആ കുട്ടികളെ നോക്കുന്ന ടീച്ചറുടെ കൂട്ടുകാരി വരുന്നു, കൂട്ടുകാരിക്ക് കുട്ടികളില്ലാത്തതും. ഈ പറഞ്ഞ പോലെ അവസാനങ്ങളിലെത്തിക്കുമ്പോൾ കുറച്ചൊരു മാജിക്കൽ റിയലിസം ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു കുറച്ച് ടച്ചിങ് ആയിട്ടുള്ളൊരു നമ്മുടെ ഹൃദയത്തിൽ തന്നെ തട്ടുന്ന ഒരു തരം കഥയാണ് പ്ലേ സ്കൂൾ.
പിന്നെ അഞ്ചാമത്തെ കഥ താത്വികത്വം ദൈവവും എനിക്കിപ്പം ഓർമ്മ കിട്ടുന്നില്ല, വായിച്ചത് കറക്റ്റ്, അതങ്ങനെ അത്ര ശ്രദ്ധയില്ലാണ്ട് വായിച്ചു പോയി, ഒന്നുകൂടെ വായിച്ചു നോക്കണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ പറഞ്ഞത് ആറാമത്തെ കഥ മാവോയിസ്റ്റ് ജല്ലിക്കെട്ട് കണ്ടതുകൊണ്ട് വായിക്കലും കഥ മനസ്സിലാക്കലും ഒക്കെ എളുപ്പമായിരുന്നു. പക്ഷെ എനിക്ക് ജല്ലിക്കെട്ട് സിനിമ പറയുന്നത് വേറൊരു ഇതാണ്. ജല്ലിക്കെട്ടിന്റെ ഇതിലൊരു ചെറിയൊരു ഹിന്റ് മാത്രം എടുത്തിട്ട് ജല്ലിക്കെട്ട് ഭയങ്കര വിപുലമായിട്ട് ചെയ്തൊരു സിനിമയാണ് മാവോയിസ്റ്റ്. പക്ഷെ ജല്ലിക്കെട്ടും മാവോയിസ്റ്റും തമ്മിൽ നോക്കുകയാണെങ്കിൽ മാവോയിസ്റ്റിൽ കുറച്ചുകൂടി ഒരു സിംപ്ലിസിറ്റിന്റെയും ഒരു നാടൻ ഒരു നന്നായിട്ടൊരു രസമുണ്ട്. കൂടുതൽ നക്സൽ പ്രഭാകരനിലാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. നക്സൽ പ്രഭാകരന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് മാവോയിസ്റ്റ് പറയുന്നത്. ജല്ലിക്കെട്ടും മാവോയിസ്റ്റും രണ്ടും രണ്ട് അനുഭവമാണ്. അതായത് മാവോയിസ്റ്റ് കഥ വേറൊരു അനുഭവമാണ്. ജല്ലിക്കെട്ട് കണ്ടുകൊണ്ട് മാവോയിസ്റ്റ് കഥ വായിക്കാതിരിക്കേണ്ട, മാവോയിസ്റ്റ് കഥ തീർച്ചയായും വായിക്കേണ്ട തന്നെയാണ്. ഒരു ചില എലമെന്റ്സ് ഒക്കെ എന്തുകൊണ്ട് ഹരീഷ് പറഞ്ഞതുപോലെ തന്നെ ലിജോ യൂസ് ചെയ്തില്ല എന്നും തോന്നിയത്. കാരണം ചില സാധനങ്ങളൊക്കെ ഹരീഷ് പറഞ്ഞ തന്നെയാണ് രസമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു 125 രൂപയ്ക്ക് 125 പേജിൽ ഒറ്റയടിക്ക് വായിച്ചു തീരാവുന്ന 6 രസകരമായ കഥകളുള്ള ഒരു ബുക്കാണ്. 6 ജോണറിലാണ്, ഒന്നിനോടൊന്നും ഒരു സാദൃശ്യം പറയാനുള്ള 6 കഥകൾ തന്നെയാണ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ്റെ ടച്ച് ഉണ്ടാവില്ല. ഹരീഷ് ടച്ച് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാത്തിലും ക്ലൈമാക്സിൽ വരുന്ന ഒരു ക്ലൈമാക്സിലെത്തുമ്പോൾ ഇതിന്റെ ഒരു കഥാഗതി മാറുന്നു. ഇതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തോന്നുന്നതിന്റെ ഒരു രസം എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഹ്യൂമറാണ്. ബ്ലാക്ക് ഹ്യൂമറിന്റെ പരമാവധി യൂസേജ് ഇതിലെല്ലാം ഉണ്ട്. എല്ലാത്തിലും ഒരു ഡെപ്തുള്ള ഒരു ചിരിയുണ്ട്. അതാണ് അതിന്റെ ഒരു വേറൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഹരീഷ് ടച്ച് എന്ന് പറയാൻ തോന്നിയിട്ടുള്ളത്. പിന്നെ കോമൺ ആയിട്ട് എല്ലാ കഥകളിലും തോന്നിയത് ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് പോകുമ്പോൾ കാലഘട്ടങ്ങൾ പെട്ടെന്ന് മാറിപ്പോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏച്ചുകെട്ടലുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ അതായത് കൃപാകാരൻ പിന്നെയും ഇടയ്ക്കിടെ ഓനാച്ചനെ തിരക്കി വന്നു. ചില പ്രഭാതങ്ങളിൽ ഓനാച്ചന്റെ കടമുറിയുടെ തിണ്ണയിൽ ഉറക്കം വിട്ടതിന്റെ ക്ഷീണത്തിൽ അയാൾ നിന്ന് മൂരി നിവർക്കുന്നത് കാണാം. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നിരിക്കട്ടെ, ഓനാച്ചനെ കൊന്നിരിക്കട്ടെ, പിന്നെ എന്താ തീരുമാനിച്ചത്? അതുകൊണ്ട് പെട്ടെന്ന് ഓനാച്ചന്റെ കടമുറിയിലെ കാര്യം പറയും, പെട്ടെന്ന് ചന്ദ്രനുമായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് ഒറ്റ ലൈനിലാണ് സാധനം ഷിഫ്റ്റ് ആകുന്നത്. പക്ഷെ നമുക്ക് ഒരു കല്ലുകടിയും ഇല്ല. അതാണ് ഹരീഷിന്റെ എല്ലാ കഥകളിലും ഒരു കോമൺ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരു 3 ഹരീഷ് ടച്ച് കോമൺ ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും 6 കഥകളും 6 വ്യത്യസ്ത അനുഭവം തന്നെയാണ് വായനക്കാരന് തരുന്നത്. അപ്പോൾ എന്തായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് 6 വ്യത്യസ്ത അനുഭവങ്ങൾ തരുന്ന ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓൺലൈനിലൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. സമകാലിക ജീവിതാവസ്ഥകളെ ഹൃദയത്തിൽ തൊടുന്ന ആഖ്യാന വൈഭവത്തോടെ ആവിഷ്കരിക്കുന്ന കഥകൾ. 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദം എന്ന പുസ്തകത്തിന് ശേഷം ഇറങ്ങുന്ന കഥാസമാഹാരം. മൗലികവും നവീനവുമായ ഭാവത്വം പുലർത്തുന്ന 6 കഥകൾ. ആനുകാലികളിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന അവസരത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ് ഈ കഥകളെല്ലാം.